ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കുറ്റം പറഞ്ഞാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ പക്ഷേ ഡെമണൈസ് ചെയ്യുന്നതിൽ യാതൊരു കാര്യമില്ല. അതായത് നമ്മുടെ രാജ്യത്തിൽ RSS പിൻസീറ്റ് ഡ്രൈവ് നടത്തുകയാണ് എന്ന വിമർശം ഇപ്പോൾ വളരെ സജീവമായിട്ടുള്ളൊരു കാലമാണ്. BJP ഭരിക്കുകയാണ്, RSS ആണ് അതിൻ്റെ പിന്നിലുള്ളത് എന്നെല്ലാവർക്കും അറിയാം. ഇപ്പോൾ മതേതര രാജ്യമാണ് എന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെച്ച ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു പ്രത്യേക മതത്തിൻ്റെ ദേവാലയത്തിലെ ഒരു പ്രത്യേക ചടങ്ങിൽ RSSൻ്റെ തലവനൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നിട്ട് പങ്കെടുക്കുന്ന ഒരു വല്ലാത്ത ശരിയല്ലാത്ത എന്ന് നമ്മൾ പഴയ രാഷ്ട്രീയ ബോധ്യങ്ങൾ വെച്ച് വിമർശിക്കേണ്ടുന്ന ഒരു കാലത്തൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ RSSൻ്റെ പാർട്ടി BJPക്ക് രാജ്യം ഭരിക്കാമെങ്കിൽ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസം എന്ന പരമപ്രധാനമായ മേഖലയിൽ പോലും കടന്നു കയറിയിട്ട് NCERTയുടെ പാഠപുസ്തക സിലബസ് എങ്ങനെയായിരിക്കുമെന്ന് RSSൻ്റെ നേതൃത്വം പ്രഖ്യാപിക്കുന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് വെൽഫെയർ പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാകുന്നതിലും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമുണ്ടെന്ന് ഞാൻ വയ്ക്കില്ല. ഒരു കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അഭിപ്രായമാണ്. RSS ഈ നിലക്ക് രാഷ്ട്രീയം പോകുന്നൊരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതോ അവരെ UDF സംവിധാനം അവരോടൊപ്പം ചേർത്ത് നിർത്തുന്നതിലോ യാതൊരു അപാകതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ ഈ സമസ്ത നേതൃത്വവും മറ്റുള്ളവരൊക്കെ വിമർശിക്കുന്നത് പോലെ നമുക്ക് ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കാം. നിങ്ങളുടേത് പൊളിറ്റിക്കൽ ഇസ്ലാം, നിങ്ങളുടെ പൊളിറ്റിക്കൽ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ മതം തന്നെയാണ് നിങ്ങളുടെ രാഷ്ട്രീയം എന്ന് നമുക്ക് അവരോട് പറയാം. RSSനോട് നിങ്ങൾ മതം തന്നെയാണ്, വിശ്വാസ പ്രമാണം തന്നെയാണ് രാഷ്ട്രീയമാക്കിയിട്ട് ജനങ്ങളെ ശരിയല്ലാത്ത വിധത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ശരിയല്ലാത്ത ധാരയിലൂടെ കൊണ്ടുപോവുകയാണ് എന്ന മട്ടിൽ അവരെ വിമർശിക്കാമെന്നല്ലാതെ അവർക്കിവിടെ പ്രവർത്തിക്കാനുള്ള മുഴുവനായിട്ടുള്ള അധികാരമുണ്ട്. ഈ CPM നേതൃത്വം ഒരു ഇലക്ഷൻ തൊട്ട് മുമ്പ് വല്ലാതെ ഡെമണൈസ് ചെയ്യുന്നതിലൊന്നും വലിയ കാര്യമില്ല എന്ന് വോട്ടർമാർ വിചാരിച്ചാൽ ഞാനതിൽ അത്ഭുതപ്പെടാം. പക്ഷേ